ഒന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അതിക്രമിച്ച് കരിയോടെ വെച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രണ്ട് ജസ്റ്റിൻ ജേക്കബിനെയും PK ബാബുവിനെയും അടക്കമുള്ള BJP-കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമരമാണ്. തൃശൂരിലെ പോലീസ് നരനായാട്ടിനെതിരെ അണപൊട്ടി പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി BJP-യുടെ മാർച്ച്. തൃശൂർ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്തിരിയാതെ പ്രവർത്തകർ. വർഷം ഒന്നും ചെയ്യാത്ത സർക്കാർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ. ആരോപണങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കാനെന്നും രാജീവ് ചന്ദ്രശേഖർ. ആരോപണങ്ങൾ CPM വകയെന്നും ചട്ടലംഘനമുണ്ടായെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും കെ സുരേന്ദ്രൻ. രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും ഇരട്ട വോട്ട്. ഭാര്യയ്ക്കും കുടുംബത്തിനുമടക്കം ഹരിപ്പാട് നഗരസഭയിലും ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലും വോട്ട്. കൊല്ലത്തെ കള്ള വോട്ടിൽ തുറന്നുപറച്ചിലുമായി കോൺഗ്രസ് നേതാവ്. വിഭജനഭീതി അനുസ്മരണ ദിനാചരണം ഓർമ്മിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വൈസ് ചാൻസലർമാർക്ക് വീണ്ടും കത്ത് നൽകി. പരിപാടി നടത്തരുതെന്നാവശ്യപ്പെടാൻ സർക്കാർ നീക്കം. കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ്. ലവ് ജിഹാദ് അല്ലെന്ന് വരുത്തി തീർക്കാൻ നീക്കം. അമ്മയുടെ പരാതി സ്വീകരിച്ചില്ല. മതം മാറ്റാൻ ശ്രമിച്ചെന്ന മൊഴിയും മുഖവിലക്കെടുത്തില്ല. FIR-ന്റെ പകർപ്പ് ജനം TVക്ക്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കും. കഞ്ചാവ് കൃഷിക്ക് കൂട്ടുനിന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ സംരക്ഷണം. അച്ചടക്ക നടപടി 1 വർഷത്തെ ഇൻക്രിമെന്റ് തടയലിൽ ഒതുക്കി. കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും നടപടി സ്വീകരിക്കാതെ പോലീസ്. ജനം എക്സ്ക്ലൂസീവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. ന്യൂയോർക്കിൽ UN പൊതുസഭയിൽ പങ്കെടുക്കും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അധിക തീരുവയിലും വ്യാപാര കരാറിലും ചർച്ചയ്ക്ക് സാധ്യത. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലും സംസ്ഥാന വ്യാപക BJP പ്രതിഷേധം. തൃശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളത്ത് BJP മാർച്ച് പോലീസ് തടഞ്ഞു. കണ്ണൂരിലും കൊല്ലം നഗരത്തിലും അതിശക്തമായ പ്രതിഷേധമിരമ്പി. രണ്ട് കാര്യങ്ങളിൽ മറുപടി വേണം. ഒന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അതിക്രമിച്ച് കരിയോടെ വെച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രണ്ട് ജസ്റ്റിൻ ജേക്കബിനെയും PK ബാബുവിനെയും അടക്കമുള്ള BJP-കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമരമാണ്. ഞങ്ങൾ തുടങ്ങിയതൊന്നും ലോജിക്കൽ കൺക്ലൂഷൻ എത്താതെ അവസാനിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ പറയുന്ന ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം.
കൂടുതൽ വിവരങ്ങളുമായി സനു കെ സജീവും അരുൺ ആലത്തൂറും ചേരുന്നു. സനു, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്നത്. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായാട്ടിലുമുള്ള BJPയുടെ പ്രതിഷേധം തൃശൂരിൽ നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അവിടെ എത്തിച്ചേർന്നത്. തുടർന്ന് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പക്ഷേ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആവേശം ഒട്ടും ചോരാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കണ്ടത്. എന്ന് മാത്രമല്ല, ശക്തമായ വെല്ലുവിളി തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CPMന്റെ ഈ അതിക്രമത്തിനെതിരെ തുടർന്നും പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ BJP ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർക്കെതിരെ പോലീസിന്റെയും ഒപ്പം തന്നെ CPMന്റെയും ഭാഗത്തു നിന്നുണ്ടായ നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതായത് ഇന്ന് രാവിലെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ നടക്കാവിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പിന്നീട് SP ഓഫീസിന്, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. ഇതിനുശേഷം പലകുറി, അതായത് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയ പ്രവർത്തകരെ പലകുറി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് നേരിട്ടത്. ഈ ജലപീരങ്കിയിൽ ഈ പ്രയോഗത്തിലൊന്നും പതറാതെ നിന്ന പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് ഇന്നലെ വൈകുന്നേരം BJP, അതായത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ CPMന്റെ മാർച്ചിനെ തുടർന്നാണ് ഈ സംഘർഷ സാധ്യത ജില്ലയിൽ ഉണ്ടാവുന്നത്. അതായത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ദിശാ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചുകൊണ്ടാണ് CPM പ്രകോപനം നടത്തി. ഇതിനുശേഷം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തെ നേരിടാൻ നിരവധി പോലീസുകാരും ഒപ്പം തന്നെ പോലീസുകാർക്കൊപ്പം തന്നെ ഒരു ഭാഗത്ത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ചിരുന്ന CPM DYFI പ്രവർത്തകരും ഒപ്പം തന്നെ SFI പ്രവർത്തകരെ അണിനിരക്കിയായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ വലിയൊരു അക്രമമാണ് ഇവർ BJP മാർച്ചിന് നേരെ അഴിച്ചുവിട്ടത്. സിറ്റി ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പോലീസിന്റെ ലാത്തിയടിയിൽ പരിക്കേറ്റു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ വലിയ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു. അതായത് ആ ലാത്തി ജസ്റ്റിന്റെ തലയിലേക്ക് പതിക്കുകയും തുടർന്ന് രണ്ടായി ഒടിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ കേരളം ഭീതിയോടെയും തന്നെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. എന്തായാലും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കരിയോയിൽ ഒഴിച്ച CPM പ്രവർത്തകർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. K. സുരേന്ദ്രൻ അടക്കം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് രണ്ട് കാര്യങ്ങളിലാണ് നടപടി വേണ്ടത്. ജസ്റ്റിനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം തന്നെ ഈ കരിയോയിൽ ഒഴിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള ആ ഉദ്യോഗസ്ഥന് CPM നേതാവിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ കർശനമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ തുടരും എന്നും BJP മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം തന്നെ രാവിലെ കേന്ദ്രമന്ത്രി 9:30 തൃശ്ശൂരിലെത്തുകയായിരുന്നു. വലിയ വരവേൽപ്പാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ നൽകിയത്. തുടർന്ന് അദ്ദേഹം ഈ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെയും ഒപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ബാബുവിനെയും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനെ അടക്കം അശ്വിനി ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും സുഖവിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ക്യാമ്പ് ഓഫീസിലെത്തി ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായും ഒപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും അടക്കം കൂടിക്കാഴ്ച നടത്തി. ഈ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആ കാലത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അടക്കം ഈ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തു. അരമണിക്കൂറിലധികം അദ്ദേഹം ക്യാമ്പ് ഓഫീസിൽ ചെലവഴിച്ചതിന് ശേഷമാണ് തൃശ്ശൂരിൽ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ BJP മാർച്ചിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ജില്ലാ പ്രസിഡന്റിന്റെ തലയിലേക്ക് അടിച്ച ആ ഉദ്യോഗസ്ഥനെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും കർശനമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് BJP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി സാനു. അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിലെ കാഴ്ച. ആവേശം അണപൊട്ടുന്ന സാഹചര്യം, ഇരമ്പുന്ന ഒരു പ്രതിഷേധമായി തന്നെയാണ് തൃശ്ശൂരിൽ മാറിയത്. പക്ഷേ പോലീസ് ഏതു രീതിയിലാണ് അത് തടഞ്ഞത് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം
സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചപ്പോഴൊക്കെ നിഷ്ക്രിയമായി നിന്ന പോലീസ്, CPM-ന്റെ ഒത്താശയോടുകൂടി BJP പ്രവർത്തകരെ മൃഗീയമായി അടിച്ചൊതുക്കിയ പോലീസ്, ലാത്തി വീശി അടിച്ചൊതുക്കിയ പോലീസ്. പക്ഷേ ഇപ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറം വെച്ച് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് BJP പ്രവർത്തകരെ തടയുന്നത് കണ്ടു. സമാധാനപരമായി മാർച്ച് നടത്തിയവർക്ക് മേൽ ജലപീരങ്കി പ്രയോഗിക്കുന്നതും കണ്ടു. ഇത്തരത്തിലുള്ള ഈ അനീതിക്കെതിരെ BJP-യുടെ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് നേതാക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായൊരു നടപടി തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നതുമല്ലേ? തീർച്ചയായിട്ടും ഈ പ്രതിഷേധ മാർച്ചിൽ സംസാരിച്ച BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനാണെങ്കിലും അതല്ലെങ്കിൽ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തങ്ങളുടെ നേതാക്കൾക്ക് നേരെ നടത്തിയ പോലീസിൻ്റെ നരനായാട്ട്, അതിൽ BJP-യുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായ ജസ്റ്റിൻ ജേക്കബിൻ്റെ തലതല്ലി പൊളിക്കുന്നത് ഉൾപ്പെടെ കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നതാണ്. ആ പോലീസുകാരൻ ആരാണെന്ന് കണ്ടെത്തി അതിൽ തക്കതായ നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് ഒരു ആവശ്യം. മറ്റൊരു ആവശ്യമായിട്ട് ഉയർത്തുന്നത് അത് തൃശ്ശൂരിലെ MP ആയ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കയറി അവിടെ കരിയോയിൽ ഒഴിക്കുകയും അവിടെ ചെരുപ്പ് മാലയിടുകയും ഒക്കെ ചെയ്ത CPM ഗുണ്ടകൾ, അവർക്കെതിരെ കൃത്യമായ നടപടി വേണം. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രതിഷേധ മാർച്ചിൽ നേതാക്കൾ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. മറിച്ചുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് തൃശ്ശൂരിൽ കള്ളവോട്ടാണ് അല്ലെങ്കിൽ സംസ്ഥാനത്ത് രാജ്യത്തൊക്കെ ഈ കള്ളവോട്ടാണെന്നൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങൾ, അതിനൊന്നും ഒരു പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നത്. കാരണം തങ്ങൾ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് നേരിടാൻ തയ്യാറാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് മുന്നിലൊന്നും മുട്ടുമടക്കില്ല എന്നുള്ളതാണ് നേതാക്കൾ ഓരോരുത്തരും പറഞ്ഞത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനെ ഈ പരാജയപ്പെടുത്തിയ കാഴ്ച, അത് 16,000 വോട്ടുകൾ വ്യാജമായി ചേർത്തുകൊണ്ടാണ് നടത്തിയതെങ്കിൽ തൃശ്ശൂരിൽ അങ്ങനെയല്ല. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ ഏത് തരത്തിലാണ് തങ്ങൾക്ക് പിഴവ് പറ്റിയതെന്നൊക്കെ കൃത്യമായി ഗൃഹപാഠം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു മത്സരം. ആ മത്സരത്തിനൊടുവിൽ തൃശ്ശൂർ ജനതയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കുന്നത്. ആ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഒന്നടങ്കം വോട്ടിനെ കള്ളവോട്ടാണെന്നൊക്കെ പുച്ഛിക്കുമ്പോൾ അത് തൃശ്ശൂരിലെ ജനങ്ങളെ മുഴുവൻ പുച്ഛിക്കുന്നതിനും അവഹേളിക്കുന്നതിനും തുല്യമാണ് എന്നുള്ളതാണ് BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പരാതിയുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കൂ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കൂ. അതിലുപരി അക്രമം നടത്താനാണ് പരിപാടിയെങ്കിൽ അതിനെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് BJP നേതാക്കൾ ഈ പ്രതിഷേധ മാർച്ചിൽ പറഞ്ഞത്. ഏതായാലും തീർത്തും സമാധാനപരമായി തന്നെയായിരുന്നു മാർച്ച് നടന്നത്. ഒരു 11:15 കൂടെയാണ് ഈ പ്രതിഷേധ മാർച്ച് BJP-യുടെ ഓഫീസിൽ നിന്ന് ആരംഭിച്ചത്. തുടർന്ന് റൗണ്ട് ചുറ്റിക്കൊണ്ട് ഈ കമ്മീഷണർ ഓഫീസിൻ്റെ പരിസരത്തേക്ക് എത്തിയപ്പോൾ കമ്മീഷണർ ഓഫീസിന് കുറേ ദൂരത്ത് തന്നെ 2 ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഈ പ്രതിഷേധത്തെ തടയുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. പക്ഷേ പ്രവർത്തകർ അവരുടെ പോരാട്ട വീര്യം, അവർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുൾപ്പെടെ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി. അത്തരത്തിൽ അവർ പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധത്തിനെ ജലപീരങ്കി കൊണ്ട് നേരിടുകയായിരുന്നു പോലീസ് ചെയ്തത്. 3 തവണയാണ് പോലീസ് ഈ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ജലപീരങ്കിക്ക് മുന്നിലൊന്നും പ്രവർത്തകർ മുട്ടുമടക്കിയില്ല എന്ന് മാത്രമല്ല, ശക്തമായി ആ ജലപീരങ്കിയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ പോരാട്ട ഭൂമിയിൽ, സമര ഭൂമിയിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നുള്ളത് തന്നെയാണ്. ശരി അരുൺ, എന്തായാലും തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിലും തുടർന്നുണ്ടായ പോലീസ് നരനായടലും സംസ്ഥാന വ്യാപക BJP പ്രതിഷേധം. സർക്കാരിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, 10 വർഷം ഒന്നും ചെയ്യാത്ത സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം പിന്നിടുമ്പോഴാണ് ഓരോ ആരോപണങ്ങളെന്നും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 10 കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ, 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിൽ നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം 17C അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ എലക്ഷൻ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട്, കോർട്ടുണ്ട്, എലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി എലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക.
ഇടത് വലത് മുന്നണികളെ രൂക്ഷമായി പരിഹസിച്ച് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. തൃശൂരിൽ 60,000 വോട്ട് ചേർത്തെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണങ്ങൾ CPM-ന്റെ വകയാണ്. വീട്ടമ്മയെ കൊണ്ട് ആർക്കും എന്തും പറയിപ്പിക്കാം. അന്ന് ആക്ഷേപം ഉന്നയിക്കാത്ത ആളുകളാണ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ പരാതി ഉണ്ടായിരുന്നുവെങ്കിലും നടപടി എടുക്കേണ്ടത് BJP അല്ലല്ലോ എന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. വീട്ടമ്മ പറയുന്നത്, വീട്ടമ്മയെ കൊണ്ട് ഇപ്പൊ ആർക്ക് വേണം എന്ത് വേണം പറയിപ്പിക്കാം. ഇവിടെ BL ഉണ്ടായിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ആൾക്കാരായിരുന്നു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് സർക്കാരിന്റെ ആൾക്കാരാണ്, പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്താണ് ജയിച്ചതെന്ന് പറയാനാണ് നിങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ BJP ആരോപണം ശരിവെച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വാർഡ് വിഭജനവും മറ്റ് നടപടികളും അബദ്ധമായിരുന്നു. ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ എന്നും രാമകൃഷ്ണൻ പറഞ്ഞു. വാർഡ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ ജനം TV-യാണ് പുറത്തു കൊണ്ടുവന്നത്. പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ BJP ആരോപണം LDF കൺവീനറായ TP രാമകൃഷ്ണൻ ശരിവച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം ഇതിനോട് യോജിക്കുന്നത്? രോഹിണി, ഒരുപക്ഷെ അടുത്ത കാലത്ത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും എല്ലാം വലിയ രീതിയിൽ ക്രമക്കേടുകൾക്ക് വിധേയമാകുന്നു എന്നുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചത് BJP-യാണ്. നേരത്തെ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനത്തിലെ ക്രമക്കേടുകൾ, പോരായ്മകൾ, വീഴ്ചകൾ എന്നിവയൊക്കെ പുറത്തു കൊണ്ടുവന്നത് ജനം TV-യാണ്. അപ്പോൾ ഈ ആരോപണം പിന്നീട് BJP മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് BJP വിശദമായി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വാർഡുകളിലടക്കം, നേമം പോലെയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിലടക്കം വിവിധ വാർഡുകളിൽ ജനസംഖ്യയെക്കാളും കൂടുതൽ വോട്ടുകളുണ്ട് എന്നുള്ള കണ്ടെത്തൽ BJP മുന്നോട്ട് കൊണ്ടുവന്നു. അതിൽ ആ ആരോപണം BJP മുന്നോട്ട് വെച്ചു. അതിൽ ഇതുവരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സംസ്ഥാന സർക്കാരോ കൃത്യമായൊരു മറുപടി പോലും പറയാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു വ്യക്തത തരാൻ പോലും നൽകിയിട്ടില്ല. അപ്പോഴാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കുന്ന വീഴ്ചകൾ അത് കൃത്യമായി സംസ്ഥാനത്തെ LDF-ന്റെ കൺവീനർ തന്നെ, ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ വ്യക്തമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അബദ്ധം നിറഞ്ഞ നടപടികൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴെന്നുള്ളതാണ്. BJP ഉയർത്തിയ അതേ വസ്തുത LDF-ന്റെ സംസ്ഥാന കൺവീനർ തന്നെ കൃത്യമായി സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വാർഡ് വിഭജനത്തിൽ വലിയ വീഴ്ചകളുണ്ട്, മറ്റ് നടപടികളിലും വലിയ വീഴ്ചയുണ്ട്. ഈ മറ്റ് നടപടികൾ എന്നുള്ളത്, വാർഡ് വിഭജനം കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നുള്ളത് അത് വോട്ടർ പട്ടിക തയ്യാറാക്കലാണ്. അപ്പോൾ ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും പറയാതെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. വാർഡ് വിഭജനത്തിലെ പോരായ്മകൾ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു. വോട്ടർ പട്ടികയിലെ പോരായ്മകൾ പറയാതെ തന്നെ മറ്റ് നടപടികൾ എന്ന പേരിൽ അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ BJP ഉയർത്തിവിട്ടൊരു ആരോപണം അത് കൃത്യമായി തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനത്തെ LDF-ന്റെ കൺവീനർ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. CPM-നെതിരായ വലിയ ആരോപണമായിരുന്നു BJP മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് വാർഡ് വിഭജനം നടത്തിയത് CPM-ന് മേൽക്കോയ്മ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതായിരുന്നു അന്നുയർന്ന ആരോപണം. ആ ആരോപണം കൂടിയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി കൺവീനർ സമ്മതിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം മറ്റു നടപടികൾ എന്നുള്ളത് കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയും. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾക്ക് LDF കൺവീനർ തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. രോഹിണി, ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും ഇരട്ട വോട്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഹരിപ്പാട് നഗരസഭയിലും ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലുമാണ് രമേശ് ചെന്നിത്തലയും ഭാര്യ അനിതയും മക്കളും മരുമക്കളും ഉൾപ്പെട്ടിട്ടുള്ളത്.
ഇരട്ട വോട്ടുണ്ടെന്ന BJPയുടെ ആരോപണം തുറന്ന് സമ്മതിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നിലവിൽ താമസിക്കുന്നത് ഹരിപ്പാടാണ്. തൃപ്പരന്തൂർ പഞ്ചായത്തിൽ നിന്ന് വോട്ട് നീക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ ഇരട്ട വോട്ട് ആരോപണത്തിൽ അദ്ദേഹം അത് ശരിവച്ചിരിക്കുകയാണ്. രോഹിണി, അങ്ങനെ തന്നെയാണ്. കാരണം BJPയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സന്ദീപ് വചസ്പതിയാണ് ഈ രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും ഇരട്ട വോട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം, അത് വെറും ആരോപണമായിരുന്നില്ല, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ അത് രമേശ് ചെന്നിത്തല തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. തനിക്കും കുടുംബത്തിനും 2 മണ്ഡലങ്ങളിൽ വോട്ടുകളുണ്ട് എന്നുള്ള 2 സ്ഥലങ്ങളിൽ വോട്ടുകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, താൻ ഇപ്പോൾ താമസിക്കുന്നത് ഈ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലുള്ള പ്രദേശത്താണ്. മുനിസിപ്പാലിറ്റി വാർഡ് 29-ലാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടാണ് ഈ പറയുന്ന തൃപ്പരമ്പുറ പഞ്ചായത്തിലെ 16-ാം നമ്പർ വാർഡിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇത് താൻ കൃത്യസമയത്ത് ഇത് നീക്കം ചെയ്യാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അദ്ദേഹം നൽകുന്നൊരു വിശദീകരണം. ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഒരു സ്ഥലത്ത് താമസിച്ച് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുകയും അവിടെ ഒരു എലിജിബിൾ പീരീഡ് പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരെയും വളരെ അധിക്ഷേപിച്ച്, കള്ളവോട്ടെന്ന രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും. അപ്പോൾ സമാനമായ നിലപാട് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് അദ്ദേഹം തനിക്കും കുടുംബത്തിനും ഇത്തരത്തിൽ 2 വോട്ടുണ്ട് എന്നുള്ള കാര്യവും സമ്മതിച്ചിരിക്കുന്നത്. അതിൽ താൻ നിയമപരമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണം കൂടി നൽകുമ്പോൾ മറ്റുള്ളവരും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും എന്നുള്ള ആ ഒരു സാഹചര്യം കൂടിയാണ് അദ്ദേഹം അംഗീകരിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പല ആളുകളും നേരത്തെ നമ്മൾ ഈ പറയുന്നത് പോലെ നിയമപരമായ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുമ്പോൾ അതിനെ മറ്റു രീതിയിൽ ആരോപണം ഉയർത്തുകയും സ്വന്തം കാര്യത്തിലും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിലും വരുമ്പോൾ അതിൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു വിശദീകരണം കൂടിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയായ രമേശ് ചെന്നിത്തല ചെയ്യുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. CPMന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആറ്റുകാൽ വാർഡിൽ അനധികൃതമായി വോട്ടർമാരെ തിരികെ കയറ്റുന്നു എന്നാണ് പരാതി. 2, 3, 6 ബൂത്തുകളിലാണ് ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 വർഷത്തിനിടെ വാർഡിൽ സ്ഥിരമായോ വാടകയ്ക്കോ താമസിക്കാത്തവരെയാണ് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ തിരുകി കയറ്റിയത്. ജനം ബ്രേക്കിംഗ്. തിരുവനന്തപുരം ആറ്റുകാൽ വാർഡിൽ 2, 3, 6 എന്നീ ബൂത്തുകളിൽ CPMന്റെ നേതൃത്വത്തിൽ വ്യാപകമായി വോട്ട് ചേർക്കൽ നടക്കുന്നു എന്നാണ് പരാതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കരട് വോട്ടർ പട്ടികയിലാണ് ഗുരുതര ക്രമക്കേട്. കഴിഞ്ഞ 50 വർഷത്തിനിടെ ബൂത്ത് പരിധിയിൽ സ്ഥിരമായോ വാടകയ്ക്കോ താമസിക്കാത്ത നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ആറ്റുകാലിൽ 7 ബൂത്താണുള്ളത്. അതിൽ 1, 2, 3, 6 ഈ ബൂത്തുകളിൽ 2ാമത്തെ ബൂത്തിൽ 44 ഇതര മതസ്ഥരെയാണ് അവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തിരിക്കുന്നത്. ആ വോട്ട് ചേർത്തിരിക്കുന്നത് 50 വർഷത്തിലേറെയായി അങ്ങനെയുള്ള വേറൊരു മതസ്ഥർ ഈ ഭാഗത്ത് താമസിച്ചിട്ടില്ല. വാടകയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ താമസിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരെ 2ാമത്തെ ബൂത്തിൽ 44 പേരെയും 3ാമത്തെ ബൂത്തിൽ 47 പേരെയും 6ാമത്തെ ബൂത്തിൽ 53 പേരെയും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബൂത്തിലെ ഓരോ വീട്ടിലെയും ആൾക്കാരെ വ്യക്തമായി വെരിഫിക്കേഷൻ ഇറങ്ങുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കറിയാം. അവർ ഓരോ വീടുകളിൽ ചെന്ന് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടവുമായി യാതൊരു ബന്ധവുമില്ലാതെ നല്ല ദൂരെ താമസിക്കുന്ന ആൾക്കാരെയാണ് ഈ ഭാഗങ്ങളിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ബൂത്ത് നമ്പർ 2-ൽ 44 പേർ, 3ാം ബൂത്തിൽ 47 പേർ, 6ാം ബൂത്തിൽ 52 പേർ എന്നിങ്ങനെയാണ് കരട് വോട്ടർ പട്ടികയിൽ തിരികെ കയറിയ സമ്മതിദായകരുടെ എണ്ണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ഇടത് സ്ഥാനാർത്ഥിക്ക് വിജയമുറപ്പിക്കുന്നതിനുള്ള CPM തന്ത്രമാണ് വോട്ട് ചേർക്കൽ എന്നാണ് ആരോപണം. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് സ്ഥിരതാമസമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഈ ആറ്റുകാൽ വാർഡിൽ വരുന്ന 3ാം ബൂത്തിൽ ഏതാണ്ട് 47ഓളം ആൾക്കാർ അനധികൃതമായിട്ട് വിഴിഞ്ഞം, മറ്റ് പ്രദേശങ്ങൾ, കമലേശ്വരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം ഈ തെരഞ്ഞു പിടിച്ച് ഇവിടെ ചേർത്തതായിട്ട് കാണപ്പെടുന്നു. ഇതിന് പിന്നിൽ CPMും കോൺഗ്രസും കൂടെ ചേർന്ന് വ്യാപകമായി BJPയെ തോൽപ്പിക്കുക, തിരുവനന്തപുരം നഗരസഭയെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. വാർഡ് വിഭജനത്തിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ക്രമക്കേട് നടക്കുന്നുണ്ടെന്നാണ് BJP ആരോപിക്കുന്നത്. CPM നടപടിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും BJP അറിയിച്ചു. ജനം, തിരുവനന്തപുരം.
കള്ളവോട്ട് സംബന്ധിച്ച് ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് കൊല്ലം കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അസിമുദ്ദീനാണ് DCCയിൽ നടന്ന നേതൃയോഗത്തിനിടെ വെളിപ്പെടുത്തൽ നടത്തിയത്. 2005 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്തതിനെക്കുറിച്ച് നേതാവ് പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് പുറത്തുവന്നത്. കൊല്ലം DCCയിൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന നേതൃയോഗത്തിലെ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് 2005 കോർപ്പറേഷന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് കോൺഗ്രസിന് തരണമെന്ന് പറഞ്ഞുകൊണ്ട് DCC സമ്മർദ്ദം ചെലുത്തി അത് ആ സീറ്റ് കോൺഗ്രസിന് തന്നു. കോൺഗ്രസ് മത്സരിച്ചു. അന്ന് മത്സരിക്കുന്ന സമയത്ത് ഈ കള്ളവോട്ടെന്ന് പറഞ്ഞു കേൾക്കട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഷാനവാസ് ഖാൻ ഒരു സാധനം ലഭിക്കാത്തതും തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വായിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, കള്ളവോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തവരെ ജയിപ്പിക്കാതെ നോക്കണം. അങ്ങനെ ഏതാണ്ട് മുൻ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ 1-2 പേര് ചേർന്നുകൊണ്ട് CPMന്റെ വീട്ടിലുള്ള വോട്ടുകൾ ദൂരെ താമസിക്കുന്നവർ പോയി കൊണ്ടുവന്ന് CPMന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഏജന്റിനോട് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ 5-6 വോട്ട് ചെയ്യും, നിങ്ങളൊന്ന് മാറി തരണമെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, ഞാനടക്കം നിങ്ങൾ ചെയ്തു, ഞാൻ ഉള്ളപ്പം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് അവനിറങ്ങിയ സമയത്ത് ഞാൻ കണ്ട് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ ബന്ധുക്കാരുടെ വോട്ട് പുറത്തുണ്ട് മറ്റു മണ്ഡലങ്ങളിൽ. അവരെ ഞാൻ തന്നെ നിർബന്ധിച്ചു, നിങ്ങൾ അവിടെ വോട്ട് ചെയ്യണ്ട, എന്റെ ഡിവിഷനിൽ വോട്ട് ചെയ്യുന്ന പറഞ്ഞു ചെയ്ത് 13 വോട്ടിന് അന്ന് ജയിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് കൊല്ലത്തെ കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? രോഹിണി, 2005 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തങ്ങൾ വിജയിച്ചത് എന്നതിനെക്കുറിച്ചൊരു പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം ഈ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നത്. അതിലാണ് കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ പങ്കെടുത്തത്. ആ യോഗത്തിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അസിമുദ്ദീൻ അവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ കള്ളവോട്ട് എന്നൊക്കെ കേട്ടിട്ടുള്ളതിനപ്പുറം അന്നത്തെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷാനവാസ് ഖാൻ തൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് കൊണ്ട് തന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്, ഈ ലിക്വിഡ് കൊണ്ട് തന്നുവെന്നും പറ്റാവുന്നത്ര വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുവെന്ന് ഈ അസിമുദ്ദീൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം എങ്ങനെയാണ് ബൂത്തുകളിലേക്ക് പോയത്, CPMന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോയി അവിടെ നിന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അന്ന് ബൂത്ത് ഏജന്റായിട്ട് ഉണ്ടായിരുന്ന CPMന്റെ അനുഭാവി താനുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല, താൻ ഇറങ്ങുമ്പോൾ അത്തരത്തിലൊരു തമ്മിലൊരു ധാരണ വെച്ചാണ് അവിടെ ഒരു വിജയം കൈവരിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ ഈ മണ്ഡലം പ്രസിഡന്റ് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ഉള്ള തിരഞ്ഞെടുപ്പുകളും ഇത്തരത്തിലായിരിക്കണം സമീപിച്ചത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ കള്ളവോട്ട് ചെയ്യുന്നത് ഇപ്പോൾ തുടങ്ങിയ സംഭവമല്ല, അത് മുൻപേ തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് എന്നത് പോലെ തന്നെ ആ പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകൾ. കൃത്യമായും നിരവധി നേതാക്കളുള്ള ഒരു വേദിയിലാണ് ഈ കാര്യം തുറന്നു പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ബിന്ദു കൃഷ്ണ അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് കള്ളവോട്ടിനെ കുറിച്ച് കൃത്യമായ വിവരം അവിടെ പങ്കുവയ്ക്കുന്നത്. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളെ എത്തരത്തിലാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് കുറച്ച് വോട്ടുകൾക്ക് തോൽക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ വോട്ടുകൾ ചേർക്കാം, അല്ലെങ്കിൽ CPMന്റെ ഒക്കെ ധാരണ വെച്ചുകൊണ്ട് വിജയിക്കാമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രസംഗമൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അസിമുദ്ദീൻ അത് സ്ഥാനമോഹികളാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നുള്ള ആരോപണവുമൊക്കെയായി വന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന ഒരു വാക്കുകൾ തന്നെയാണിത്. കാരണം കള്ളവോട്ടിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഒരു മണ്ഡലം പ്രസിഡന്റാണ് അവിടെയുള്ള നേതാക്കളും അണികളുമൊക്കെ ഇരിക്കുമ്പോൾ ഈ കൃത്യമായിട്ടുള്ള വിവരം പങ്കുവയ്ക്കുന്നത്. അതിൽ പ്രധാനമായും KPCCയുടെ ജനറൽ സെക്രട്ടറി ഒരു ലിക്വിഡ് കൊണ്ടുവന്ന് കയ്യിലെ അടയാളം മാറ്റാൻ പറയുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൽ ഇനിയും എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ
സമീപിക്കുന്നത് എത്തരത്തിലാണെന്ന് ഒരു മണ്ഡലം പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു യോഗം നടന്നത്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിനെ എത്തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് വോട്ട് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തിലാണ് ഇക്കാര്യം മണ്ഡലം പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്നു. വോട്ടർ പട്ടികയിൽ 124 വയസ്സ് രേഖപ്പെടുത്തിയ ബീഹാറിലെ മിൻറ്റാ ദേവി വ്യാജ വോട്ടറാണെന്ന് ആരോപിച്ച കോൺഗ്രസിനെതിരെ രോഷാകുലയായി മിൻറ്റാ ദേവിയുടെ പ്രതികരണം. 34 വയസ്സ് 124 എന്ന് രേഖപ്പെടുത്തിയത് സാങ്കേതിക പിഴവാണ്. ആരാണ് തന്റെ ഫോട്ടോ ഉപയോഗിക്കാൻ അധികാരം നൽകിയതെന്നും കോൺഗ്രസിനോട് മിൻറ്റാ ദേവി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിറകെയായിരുന്നു മുൻവശത്ത് മിൻറ്റാ ദേവിയുടെ ചിത്രവും പേരും പിറകിൽ 124 നോട്ടൌട്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചുകൊണ്ടുള്ള പ്രിയങ്ക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം. ബീഹാറിൽ സിവാൻ ജില്ലയിൽ 124 വയസ്സുള്ള മിൻറ്റാ ദേവി എന്ന സ്ത്രീ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അത് വ്യാജ വോട്ടറാണെന്നും അങ്ങനെ ഒരാളില്ലെന്നുമായിരുന്നു കോൺഗ്രസിന്റെ വാദം. എന്നാൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മിൻറ്റാ ദേവി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി. 1990-ലാണ് താൻ ജനിച്ചതെന്നും വയസ്സ് 124 എന്ന് രേഖപ്പെടുത്തിയത് സാങ്കേതിക പിഴവാണെന്നും അവർ വ്യക്തമാക്കി. കൂടാതെ തന്റെ ഫോട്ടോ പതിച്ച ടീഷർട്ട് ഉപയോഗിക്കാനും ചിത്രം പ്രചരിപ്പിക്കാനും ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയതെന്നും മിൻറ്റാ ദേവി കോൺഗ്രസിനോട് ചോദിച്ചു. क्यों आप सामने खड़े हैं, मैं सामने बैठी हूँ, तो बताइए कि मेरा उम्र क्या है, आपके नजर में क्या दिख रहा है, बताइए। तो मेरे कौन होते हैं, प्रियंका गांधी या राहुल गांधी, मेरे कौन होते हैं? उनको अधिकार किसने दिया कि मेरे नाम का टी शर्ट, मेरे तस्वीर का फोटो लगाकर टी शर्ट पहने? क्यों है, क्यों, कारण क्या है, कौन होते हैं, उनको अधिकार दिया किसने? മിൻറ്റാ ദേവി വ്യാജ വോട്ടറല്ലെന്നും വയസ്സ് രേഖപ്പെടുത്തിയതിൽ സാങ്കേതിക പിഴവ് സംഭവിച്ചതാണെന്നും അത്തരം പിഴവുകൾ തിരുത്തുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാജ്യത്തെ വോട്ടർമാരെ അപമാനിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും നുണയുടെ ഫാക്ടറി ഉടൻ അടച്ചുപൂട്ടണമെന്നും പ്രദീപ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിന് തിരിച്ചടി. പത്രിക തള്ളിയതിനെതിരെയും വരണാധികാരിയെ നിയമിച്ചത് നിയമാവലി പ്രകാരമല്ലെന്നും ആരോപിച്ചുള്ള 2 ഹർജികളും കോടതി തള്ളി. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാന്ദ്ര തോമസിന്റെ വഴി അടഞ്ഞു. നാളെയാണ് തെരഞ്ഞെടുപ്പ്. ബീന റാണി ചേരുന്നു വിവരങ്ങളുമായി. ബീന, സാന്ദ്ര തോമസിന് മത്സരിക്കാനാകില്ല എന്ന് തന്നെയാണോ? രോഹിണി, സാന്ദ്ര തോമസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്കും സമർപ്പിച്ചിരുന്ന പത്രിക വരണാധികാരി നേരത്തെ തള്ളിയിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ എറണാകുളം സബ് കോടതിയുടെയാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. ഹർജിയിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു. എന്തായാലും നാളെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതോടെ സാന്ദ്ര തോമസിന് മത്സരിക്കാനാവില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. അതേസമയം എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് അവർ മത്സര രംഗത്തുണ്ട്. ബൈലോ പ്രകാരം നിർദ്ദേശിക്കുന്ന യോഗ്യത ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വരണാധികാരി നേരത്തെ സാന്ദ്രയുടെ പത്രിക തള്ളിയത്. അതായത് 3 സിനിമയെങ്കിലും സാന്ദ്ര പ്രൊഡക്ഷൻസിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവൂ എന്ന ബൈലോയിൽ നിയമമുണ്ട്. അത് സാന്ദ്രയുടെ കാര്യത്തിൽ സാധിക്കില്ല എന്നതുകൊണ്ടാണ് വരണാധികാരി പത്രിക തള്ളിയിരുന്നത്. അതേസമയം ഇത്തരത്തിൽ പത്രിക തള്ളിയതോടെ സാന്ദ്രയുടെ ആരോപണങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ സെക്രട്ടറി B. രാകേഷും ഒപ്പം തന്നെ മുൻ വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ സാന്ദ്രയുടെ അസഹിഷ്ണുത ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നിലവിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഹർജി തള്ളിയതോടെ സാന്ദ്രയ്ക്ക് മത്സരിക്കാനുള്ള വഴി അടഞ്ഞിരിക്കുകയാണ്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം ഓർമ്മിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വൈസ് ചാൻസലർമാർക്ക് വീണ്ടും കത്ത് നൽകി. പരിപാടി നടത്തരുതെന്ന് ആവശ്യപ്പെടാനാണ് സർക്കാർ നീക്കം. വിനീഷ് ചേരുന്നു. വിനീഷ്, പറയൂ. വിനീഷിലേക്ക് എത്താം. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം ഓർമ്മിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാർക്ക് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ്. വിനീഷ്, വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതനുസരിച്ച് പരിപാടി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും നേരത്തെ തന്നെ 2 ആഴ്ച മുമ്പ് തന്നെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം കേരളത്തിലെ സർവകലാശാലകളിൽ ആചരിക്കണമെന്ന നിർദ്ദേശം ഗവർണർ വൈസ് ചാൻസലർമാർക്ക്, സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാർക്ക് നൽകിയിരുന്നു. അത് പിന്നീട് അത്തരത്തിൽ നടത്തുന്നതിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ ഭാരമായി മാറുകയാണ് ഗവർണറുടെ ഈ നിർദ്ദേശം എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത്. 14-ാം തീയതിയാണ് വിഭജന ഭീതി എല്ലാ ക്യാമ്പസുകളിലും ആചരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ എവിടെയും നടപ്പിലാക്കില്ല എന്ന നിലപാടുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് ഗവർണർക്ക് രാജ്ഭവനിൽ കൈമാറണമെന്നാണ് വൈസ് ചാൻസലർമാർക്ക് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി SFIയും KSUവും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം ആചരിക്കാൻ തന്നെയാണ് വൈസ് ചാൻസലർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സർക്കാർ പ്രത്യക്ഷമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ള രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം ലവ് ജിഹാദിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്ന് സിറോ മലബാർ സഭ. തീവ്രവാദ ബന്ധമുള്ള പാനായിക്കുളത്താണ് പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്നത് എന്നത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഇടപെടൽ നടത്തിയ രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനും ഫാദർ ജെയിംസ് കൊക്കാവയലിൽ നന്ദി അറിയിച്ചു. കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയെ ലവ് ജിഹാദ് അല്ലെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമം. മതം മാറ്റാൻ ശ്രമിച്ചതാണ് മകളെ മരണത്തിലേക്ക് നയിച്ചത് എന്ന അമ്മയുടെ പരാതി കോതമംഗലം പോലീസ് സ്വീകരിച്ചില്ല. സോനയുടെ അകന്ന ബന്ധുവിന്റെ പരാതിയിലാണ് നിലവിൽ FIR ഇട്ടിട്ടുള്ളത്. അമ്മയുടെയും സഹോദരന്റെയും മൊഴിയിൽ ഇതുവരെയും കോതമംഗലം പോലീസ് കേസെടുത്തിട്ടില്ല. ജനം ബ്രേക്കിംഗ്. മകളുടെ മരണത്തിന് ഉത്തരവാദികൾ ആൺസുഹൃത്തായ റമീസും മാതാപിതാക്കളുമാണെന്ന് മരിച്ച സോനയുടെ അമ്മ ആവർത്തിച്ചു പറയുന്നു. നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമവും തുടർന്നുണ്ടായ മാനസിക ശാരീരിക പീഡനങ്ങളിലും മനംനൊന്താണ് സോന മരിച്ചതെന്ന് അമ്മയും സോനയുടെ കൂട്ടുകാരിയും പോലീസിന് മൊഴി നൽകി. എന്നാൽ മൊഴിയിൽ ഇരുവരെയും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയില്ല. മകളുടെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന് കാട്ടി അമ്മ പരാതി നൽകാൻ തയ്യാറായെങ്കിലും ഇനിയൊരു പരാതി വേണ്ട എന്ന് മൊഴിയെടുക്കാനെത്തിയ പോലീസുകാർ പറഞ്ഞതായി സോനയുടെ സഹോദരൻ ബേസിൽ പറഞ്ഞു. ഇപ്പൊ നിലവിൽ FIR എടുത്തേക്കുന്നത് മറ്റേ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് എൽദോസ് എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയുടെയും മറ്റേ ജോൺസിയുടെയും വന്ന് കോതമംഗലത്തു നിന്ന് വന്ന് മൊഴിയെടുത്തപ്പോ അമ്മ ചോദിച്ചു ഞങ്ങൾ പരാതി എഴുതി തരണ്ടെന്ന് ചോദിച്ചു. അപ്പൊ വേണ്ട, അത് വേണ്ട, ഇത് മതി എന്നും പറഞ്ഞ് മൊഴി എടുത്തോണ്ട് പോയി. ഒപ്പൊന്നും ഇടിച്ചില്ല മൊഴിയില്. പിന്നെ ഈ പരാതി വേണമെന്ന് വെച്ചപ്പോ അവരന്നേരം വേണ്ട, അത് വേണ്ട, എഴുതി തരണ്ട, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൊഴി എടുത്തോണ്ട് പോയത്. ഇനിയിപ്പോ എങ്ങനെയാന്ന് അറിയില്ല അതിന്റെ പ്രൊസീജിയേഴ്സ്. സോനയുടെ മരണമറിഞ്ഞെത്തിയ ഇവരുടെ അകന്ന ബന്ധുവായ പുതുപ്പാടി സ്വദേശി എൽദോസ് വിൽസൺ എന്നയാളുടെ മൊഴിപ്രകാരമാണ് നിലവിൽ FIR ഇട്ടിട്ടുള്ളത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസും മാതാപിതാക്കളും തന്നെ മതം മാറാൻ നിർബന്ധിച്ചതായി എഴുതിയിരുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു പറയരുതെന്ന് പോലീസ് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് കുടുംബം ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പടക്കം ജനം TV വാർത്ത നൽകിയതോടെയായിരുന്നു റമീസിന്റെ അറസ്റ്റ്. നിഷ ദിലീപ്, ജനം, കൊച്ചി. കോതമംഗലം ലവ് ജിഹാദ് കേസിൽ ആത്മഹത്യ ചെയ്ത 23-കാരി സോനയുടെ വീട് സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. NIA അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. ലവ് ജിഹാദ് കേസുകളിൽ ജുഡീഷ്യറിയുടെ ഇടപെടലാണ് വേണ്ടതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ജുഡീഷ്യറിയാണ് നീങ്ങേണ്ടത്. കാരണം ഇത് പ്രൊനൗൺസ് ചെയ്തത്, ഇതിന് പേരിട്ടത് ജുഡീഷ്യറി ആയതുകൊണ്ട് ജുഡീഷ്യറി തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത്. പലതും വ്യത്യസ്തമായിട്ടുള്ള വിധികൾ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്.
ഹൈക്കോടതി പറഞ്ഞ നിയമം അത് സുപ്രീം കോടതി തിരുത്തിയിട്ടുണ്ട്. വീണ്ടും സുപ്രീം കോടതി തിരിച്ചു പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലാണിത്. അപ്പോൾ അത് ആ പ്രക്രിയ എത്ര നാൾ നീങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ളത് ആ ഒരു നിർവചനം ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചറിനോടത് ഈ രീതിയിൽ നിയമം ഉണ്ടാക്കാൻ പറയുകയും ചെയ്യുന്നിടം വരെ ഈ പ്രക്രിയ തുടരും. പക്ഷേ അതിനു മുമ്പ് ഇത് തടയുന്നതിനുള്ള ജനറലായിട്ടുള്ളൊരു നിയമത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കണ്ണൂർ സർവകലാശാലയിലും BC-SFI പോര്. വൈസ് ചാൻസലർക്ക് നേരെ ഭരണഘടന ഉയർത്തിക്കാട്ടിയായിരുന്നു SFI പ്രതിഷേധം. കോളേജ് യൂണിയൻ പരിപാടികളിൽ ഗവർണർക്കെതിരായ ഉള്ളടക്കം പരിശോധിക്കാൻ VC നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധം. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഓഗസ്റ്റ് 16, 17 തീയതികളിൽ നടക്കും. 16-ന് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. നിസ്വാർത്ഥ സേവനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രകാശം വ്യാപിപ്പിച്ച വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 16, 17 തീയതികളിൽ നടക്കും. 16-ന് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പലർക്കും തൃശ്ശൂരുള്ള ആൾക്കാർക്ക് അറിയാം, പല ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ തൃശ്ശൂരുള്ള ആളുകളാണ്. ഇവിടെ പല സന്ദർഭങ്ങളിലും വിദ്യയുടെ സെലിബ്രേഷൻസ്, ഗ്രാജുവേഷൻസ് സെറിമണി, അതുപോലെ സ്കോളർഷിപ്പ് സെറിമണിയൊക്കെ നടത്തുമ്പോൾ നിങ്ങളൊക്കെ വരാറുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. ഇപ്പോൾ ഞങ്ങളൊരു 25ാം വാർഷികം ഈ 16-ാം തീയതി ഓഗസ്റ്റ് 16-ാം തീയതി നടത്താണ്. ആരാധ്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. പരിപാടിയിൽ ഫൗണ്ടേഷൻ ചെയർമാൻ മുരളീധരൻ കെ, ചീഫ് പേട്രൺ അശോകൻ PK, മുൻ ചെയർമാൻമാരായ സുധാകരൻ പോളശ്ശേരി, ഡോക്ടർ സന്തോഷ് പ്രസന്നൻ, ചെയർമാൻ സാബു സൗമ്യൻ, സെക്രട്ടറി മനു രഘുരാജൻ, ജനറൽ കൺവീനർ VICT, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാജി PP എന്നിവർ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ VICT മുൻ ചെയർമാൻ സുധാകരൻ പോളശ്ശേരി, വൈസ് ചെയർമാൻ ഗിരീഷ് കുമാർ, പ്രോഗ്രാം ജനറൽ കൺവീനർ ഷാജി PP, VICT എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ എന്നിവർ പങ്കെടുത്തു. ജനം, തൃശൂർ. മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് CX എക്സലൻസ് അവാർഡ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാണ് അവാർഡ് ലഭിച്ചതെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. സാമ്പത്തിക ആവശ്യങ്ങൾ ചെറുതല്ലെന്ന് മനസ്സിലാക്കിയാണ് ചെറിയ സ്വർണ്ണ വായ്പ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതെന്ന് മാത്യു മുത്തൂറ്റ് പറഞ്ഞു. മൊബൈൽ ആപ്പ് സേവനങ്ങൾ, ഓൺലൈൻ സ്വർണ്ണ വായ്പ തിരിച്ചടവ്, തൽക്ഷണം വായ്പാ വിതരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ സംരംഭങ്ങളിലൂടെ മിനി മുത്തൂറ്റ് ഉപഭോക്തൃനുഭവം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 965-ലധികം ശാഖകളുണ്ട്. 2.5 ദശലക്ഷത്തിലധികം സേവനങ്ങൾ നൽകാനായി 5500-ലധികം ജീവനക്കാരും മുത്തൂറ്റിലുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.